NIT കാലിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ എഞ്ചിനീയറിംഗ് മാത്രമാണ് ഓർമ്മ വരിക. ഇന്ത്യയിൽ തന്നെ NIRF റാങ്കിംഗ് പ്രകാരം 25th റാങ്കിലാണ് NIT കാലിക്കറ്റ് ഉള്ളത്. കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് നല്ല ക്വാളിറ്റിയിൽ NIT കാലിക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റ് 2 UG പ്രോഗ്രാംസ് കൂടി NIT കാലിക്കറ്റിലുണ്ട്. ഒന്നിൽ അത് ഇന്ത്യയിൽ തന്നെ 3rd റാങ്കിലാണുള്ളത്. അതേതാണ്? അത് ആർക്കിടെക്ചറാണ്, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ. അതായത് ബി ആർക്ക് പ്രോഗ്രാം ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 3 ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് NIT കാലിക്കറ്റിലെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിനെ റാങ്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് NITയിൽ ബി ആർക്ക് ലഭിക്കുക? NITയിൽ ബി ആർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ JEE മെയിൻ തന്നെയാണ് എഴുതേണ്ടത്. പേപ്പർ 1 BE ആൻഡ് BTechനുള്ളതാണ്, എന്നാൽ പേപ്പർ 2 BArch ആൻഡ് B പ്ലാനിങ്ങിനുള്ളതാണ്. അപ്പോൾ ബി ആർക്കിന് പേപ്പർ 2 ആണ് നമ്മൾ സ്പെസിഫിക്കലി NIT അഡ്മിഷന് വേണ്ടി എഴുതേണ്ടത്. ഇനി അതല്ലാതെ മറ്റൊരു പ്രോഗ്രാം കൂടി NIT കാലിക്കറ്റിലുണ്ട്. അതാണ് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ITEP BSc BEd പ്രോഗ്രാം ഉണ്ട്. ഇത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രോഗ്രാംസിൽ ഒന്നാണ്. ഇതിന് NCET എന്ന് പറയുന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് എക്സാമാണ് എഴുതേണ്ടത്. ഈ NCET വഴി NITസിൽ പലയിടങ്ങളിലും, അതേപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ള പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഈ 4 ഇയർ BSc BEd ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ ആവണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പല ആളുകൾക്കും NITയിലുള്ള ഈ 2 കോഴ്സുകളെ കുറിച്ച് അധികം അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ മക്കൾ സയൻസിലും മാത്സിലും മിടുക്കരാണോ? അവർ IITസിലും എയിംസിലും ജിപ്മറിലും IIScയിലും ഐസറിലും എല്ലാം പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് X&Y ലേണിംഗ് ഒരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികൾക്കായിട്ട് ഓൺലൈൻ JEE പ്രോഗ്രാമും. ക്ലാസ്സുകൾ എടുക്കുന്നത് IITiansഉം ഡോക്ടേഴ്സും NITiansഉം അടങ്ങുന്ന ഒരു അടിപൊളി ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കരിയർ കണക്റ്റിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ X&Y കരിയർ കണക്ട് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. ലിങ്ക് താഴെ നൽകുന്നുണ്ട്.